ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോസ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്തായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ മിക്കവരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കില്ല. യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ യൂട്യൂബിൽ പോയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇന്നലെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ യൂട്യൂബേഴ്സിന് യൂട്യൂബ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്പാണ് വൈറ്റ് സ്റ്റുഡിയോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ വഴി എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ പ്ലസ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏതാണ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വ്യൂവേഴ്സിന് ആ ഒരു വീഡിയോ ഓപ്പണാക്കി നോക്കാനായിട്ട് തോന്നണം. ആ രീതിയിലുള്ളൊരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ടൈറ്റിലാണ് ഞാൻ കൊടുക്കുന്നത്. ഹൗ ടു അപ്ലോഡ് വീഡിയോ ഓൺ യൂട്യൂബ്. അങ്ങനെ ഇംഗ്ലീഷിലും കൊടുക്കുന്നുണ്ട്, മലയാളത്തിൽ യൂട്യൂബ് വീഡിയോ ശരിയായ രീതിയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതിനെക്കുറിച്ചൊരു ചെറിയൊരു വിവരണമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്, ഇൻ ദിസ് വീഡിയോ ഐ ആം ഷെയറിങ് എബൌട്ട്, എന്നിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ടൈറ്റിൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ചെറിയൊരു വിവരണം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഈ വീഡിയോ ആയിട്ട് അനുബന്ധിച്ചുള്ള കുറച്ച് കീവേഡ്സ് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഹാഷ്ടാഗ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഹാഷ്ടാഗ് ഇട്ടിട്ട് കൊടുക്കുകയാണ്, യൂട്യൂബ് വീഡിയോ അപ്ലോഡഡ്. അടുത്തത് ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോസ്. നെക്സ്റ്റ് ഹൗ ടു അപ്ലോഡ് വീഡിയോ ഓൺ യൂട്യൂബ്. അതുപോലെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇതുപോലെ ഹാഷ്ടാഗ് ഇട്ടിട്ട് കൊടുക്കുക. പിന്നെ 5000 വേർഡ്സാണ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏത് കീവേഡ്സിൻ്റെ അണ്ടറിലാണ് നിങ്ങളുടെ വീഡിയോ വരേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു കീവേഡ്സൊക്കെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇത്രയും കീവേഡ്സൊക്കെ നമ്മൾ കൊടുക്കണതെന്ന് വെച്ചാൽ സെർച്ചിങ്ങിലൊക്കെ നമ്മുടെ വീഡിയോസ് ആദ്യം തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കീവേഡ്സൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്താനും അതുപോലെ വ്യൂവേഴ്സ് കൂടാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസിബിലിറ്റിയാണ്. അതെപ്പോഴും നമ്മൾ അൺലിസ്റ്റഡ് ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ പബ്ലിക് ആക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം മാത്രം പബ്ലിക് ആക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് ടു പ്ലേലിസ്റ്റ് ആണ്. അപ്പോൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അതിലേക്ക് സേവ് ചെയ്ത് വെക്കാം. അതുപോലെ കേട്ടോ, ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം ഡൺ കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റഡ് കണ്ടൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഓൾട്ടർനേറ്റഡ് കണ്ടൻ്റ് ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നോ കൊടുക്കുക. ഇനി അടുത്തത് ഷോർട്ട് റീമിക്സിംഗ് ആണ്. അതിൽ 3 ഓപ്ഷനാണുള്ളത്. അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അലോ ഓൺലി ഓഡിയോ റീമിക്സിംഗ്. നെക്സ്റ്റ് ഡോണ്ട് അലോ റീമിക്സിംഗ്. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെയാണ് കൊടുക്കുന്നത്, ഡോണ്ട് അലോ റീമിക്സിംഗ്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അലോ ഓൺലി ഓഡിയോ റീമിക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വോയിസ് മാത്രം എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റത്തെ ഡോണ്ട് അലോ റീമിക്സിംഗ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയ്ഡ് പ്രൊമോഷനാണ്. അപ്പോൾ ഞാനിവിടെ പെയ്ഡ് പ്രൊമോഷൻ അല്ല ചെയ്യുന്നത്,
നിങ്ങൾ പെയ്ഡ് പ്രൊമോഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി കമൻറ്റ് സെക്ഷനാണ്. അവിടെ ഓഫാണെങ്കിൽ ഓണാക്കി കൊടുക്കുക, ഇനി ഓഫാക്കി ഇടണമെങ്കിൽ ഓഫ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മുകളിൽ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേജിൽ വരുന്നത് സെലക്ട് ഓഡിയൻസ് ആണ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സും. അപ്പോൾ ഇത് നമ്മുടെ കണ്ടൻറ്റിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ ഈ ഒരു ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് വീഡിയോ എന്ന് കാണുന്നില്ലേ താഴെ, അത് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് 3 ഡോട്ട് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻ വന്നത് കണ്ടില്ലേ, അതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഒരു പേജിൽ ഇനി കൊടുക്കാനുള്ളത് മോർ ഓപ്ഷൻസ് എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെയാണ് ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണാം ആഡ് ടാഗ്സ്. അവിടെ കുറച്ച് കീവേഡ്സാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ #ടാഗ് ഇട്ടിട്ട് കുറച്ച് കീവേഡ്സ് കൊടുത്തില്ലേ, ആ ഒരു വേർഡ്സ് തന്നെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതി. #ടാഗ് ഇടണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വേർഡ്സൊക്കെ തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമൻറ്റ് സെക്ഷൻ നോക്കുക കേട്ടോ, ഓണാണോ ഓഫാണോ എന്നുള്ളത്. ഇനിയിപ്പോൾ ഓഫാക്കിയിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓഫാക്കിയിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ കമൻറ്റ് സെക്ഷൻ്റെ താഴെയായിട്ട് കാണാം ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ഒരു ഭാഗം നമ്മൾ എപ്പോഴും ഓണാക്കി ഇടണം കേട്ടോ. അത് ഓഫായി കിടന്നാൽ നമ്മുടെ വ്യൂവേഴ്സ് എത്ര പേരുണ്ടെന്നോ എത്ര പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇത് എന്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, ഇത് ഓണാണോ ഓഫാണോ എന്നുള്ളത്. ഒരു ദിവസം ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വ്യൂവേഴ്സോ ലൈക്കോ ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഈ ഒരു വീഡിയോ മാത്രം ആരും കാണാത്തതെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാൻ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് എഡിറ്റ് സെക്ഷനിൽ പോയിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു ഭാഗം ഓഫായി കിടക്കുന്നത്. പിന്നെ അത് ഓണാക്കിയതിന് ശേഷമാണ് എത്ര പേര് വീഡിയോ കണ്ടിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പിന്നെ എനിക്ക് കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ ഭാഗം എപ്പോഴും ഓണാക്കി ഇടണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്യാനുള്ളത് തംബ്നെയിലാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗാലറിയിൽ പോയിട്ട് അത് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ ചെയ്യാനുള്ളത് വിസിബിലിറ്റി നമ്മൾ അൺലിസ്റ്റഡ് ആക്കിയിട്ടാണല്ലോ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് വിസിബിലിറ്റി നമ്മൾ പബ്ലിക് ആക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഷെഡ്യൂളിൽ നമ്മുടെ ടൈമും ഡേറ്റും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡേറ്റും ഏത് സമയത്താണ് നിങ്ങൾ വീഡിയോ പബ്ലിഷ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈമും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പബ്ലിക് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത്രയും ചെയ്തത് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം സേവ് കൊടുക്കുക കേട്ടോ. മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ഉണ്ടല്ലോ, അത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ കണ്ടോ, ഇവിടെ പബ്ലിക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സി യു.